എന്തുകൊണ്ടാണ് ഇറാന്റെ ഭീഷണിയിൽ അമേരിക്ക വിറച്ചു പോയത്? ഇപ്പോൾ നിലവിൽ മുൻപത്തെ പോലെ പ്രൗഢമായിരിക്കുന്ന വാക്കുകളോ പ്രയോഗങ്ങളോ നിലപാടുകളോ സമീപനങ്ങളോ അമേരിക്ക ഇറാനെതിരെ പ്രയോഗിക്കുന്നില്ല. പ്രക്ഷോഭം ഏറെക്കുറെ അവസാനിച്ച രീതിയിൽ, അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇറാന്റെ സൈന്യ വിഭാഗത്തിന് സാധിക്കും തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അഥവാ സമരം ചെയ്യുന്നവർ ഇപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന രീതിയാണ്. അറസ്റ്റും വെടിവെപ്പും മരണങ്ങളും അതോടൊപ്പം തന്നെ അതികഠിനമായിരിക്കുന്ന ഇടപെടലാണ് പ്രക്ഷോഭകാരികൾ നടത്തുന്നതെങ്കിൽ അവർക്ക് വധശിക്ഷയും. ഇത് പരസ്യമായി തന്നെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമേനി പ്രഖ്യാപിച്ചു. അവർ പറയുകയും ചെയ്തു. കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായിരിക്കുന്ന മൊസാദിൻ്റെ വിഭാഗങ്ങൾ ചേർന്ന് നടത്തപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ രാജ്യത്തിനെതിരെ നടത്തുന്നത്. അത് രാജ്യദ്രോഹമാണ്, ന്യായീകരണമൊന്നുമില്ല, കടുത്ത ശിക്ഷ ഉണ്ടാകും എന്നുള്ളത്. അത് പ്രാദേശിക തലത്തിൽ നോക്കുന്ന സമയത്ത് ഈ ഇറാൻ എന്ന് പറയുന്ന ഗവൺമെൻറ്റും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള വിഷയങ്ങളാണ് പറയപ്പെട്ടത്. കാര്യം എന്ന് പറയാൻ, സാമ്പത്തിക വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് തൊഴിൽ മേഖലയിലും അതോടൊപ്പം തന്നെ മൂല്യത്തകർച്ച ഉണ്ടായപ്പോൾ ജനങ്ങൾക്ക് ജീവിക്കാൻ വലിയ പ്രയാസ കാര്യങ്ങളുണ്ടായി, പണപ്പെരുപ്പം ഉണ്ടായി, അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടായപ്പോൾ ജനങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതികരിച്ചു. അത് പ്രക്ഷോഭമായി, അത് സമരമായി, അത് വലിയ രീതിയിൽ രാജ്യത്തുടനീളം വ്യാപിച്ചു. 31 അവരുടെ പ്രവിശ്യയിലും സാരമായിട്ട് ബാധിക്കപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ പോയി. പിന്നീട് ഓരോരോ പ്രവിശ്യയും വലിയ രീതിയിലുള്ള ഇടപെടൽ മൂലം കുറേശ്ശെയായിട്ട് അതിൽ നിന്ന് സമരത്തിൽ പിന്മാറി അറസ്റ്റ് വന്നു. ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. 2500ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങളൊക്കെ ഇതിനിടെ തന്നെ പുറത്തു വന്നു. അപ്പോൾ ഇങ്ങനെയാണ് അവിടുത്തെ സർക്കാരും അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള വിഷയം. അതിൽ മറ്റൊരു രാജ്യം ഇടപെട്ടു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനമായിരിക്കുന്ന വിഷയം. മറ്റൊരു രാജ്യം അമേരിക്ക അതിൽ ഇടപെട്ടു. അമേരിക്ക ഇടപെട്ടതോടുകൂടി ഇറാൻ പ്രകോപിച്ചു. ഇറാൻ എന്ത് പറഞ്ഞു? ഓരോരോ വാക്കുകൾക്കും അപ്പോൾ തന്നെ ഇറാൻ മറുപടി നൽകിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ആക്രമിച്ചാൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകും. ഞങ്ങൾ ഒരിക്കലും ആക്രമിക്കുകയില്ല, ആക്രമിച്ചാൽ ഞങ്ങൾ വിടുകയില്ല. ഇതിൽ അമേരിക്ക പേടിച്ചു പോയ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിൽ ഒന്ന്, അവരുടെ കയ്യിൽ എത്രത്തോളം ആയുധവും ശക്തിയും ഉണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. ഇസ്രായേലിനും സാധിച്ചിട്ടില്ല. അവർ പ്രയോഗിച്ച ആയുധങ്ങളെക്കാൾ കഠിനമുള്ളതും മാരകമായതും അവരുടെ കൈവശത്തിൽ ഉണ്ട് എന്ന് അമേരിക്ക സംശയിക്കുന്നു, ഇസ്രായേലും സംശയിക്കുന്നു. ലെബനാൻ ആക്രമിച്ച സമയത്ത് വളരെ എളുപ്പത്തിൽ ആ വിഷയത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു, അമേരിക്കയുടെ സഹായത്തോടു കൂടി. അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ തന്ത്രശാലികളായിരിക്കുന്ന നേതാക്കന്മാരുടെ തലക്ക് മീരെയാണ് ഇസ്രായേൽ കൊണ്ടുപോയിട്ട് ബോംബിടുന്നത്. ശക്തമായിരിക്കുന്ന ബോംബിൻ്റെ പ്രഹരത്തിൽ ഹിസ്ബുള്ള നേതാവായിരിക്കുന്ന ഹസൻ നസറുള്ള അടക്കമുള്ള പ്രധാനമായിരിക്കുന്ന സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു. 100-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത്. അത് വളരെ കൃത്യമായിരുന്നു. അതോടുകൂടി പ്രതിരോധ ശേഷി ഏറെക്കുറെ പ്രതികരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒരു പരിധിവരെ പുറകോട്ട് പോകേണ്ടി വന്നു. പിന്നീടാണ് ശക്തി സംഭരിച്ചത്. പിന്നെ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി. ആ കരാർ വ്യവസ്ഥ പ്രകാരം തൽക്കാലത്തേക്ക് ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ ലെബനാനുമായിട്ടുള്ള വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരികയും ചെയ്തു. ഇതാണ് എൻ്റെ റൂട്ട്. ഇത് അവർക്ക് വളരെ എളുപ്പത്തിൽ സാധിച്ചു. പിന്നീട് നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ ഹൂത്തികളിൽ നിന്നും ഇതൊക്കെ ചോർത്തലാണ്. ഇത് മൊസാദ് വിഭാഗം ആ ഏരിയയിൽ പ്രവർത്തിച്ചു കൊണ്ട് ചോർത്തിയെടുക്കുന്ന സംഭവത്തിനോടനുബന്ധിച്ച് ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ചുരുക്കം. ഹൂത്തികളുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖലയിൽ ഇസ്രായേൽ ബോംബ് സ്ഫോടനം നടത്തി. അത് അവരുടെ പ്രധാനമന്ത്രിയും ബന്ധപ്പെട്ട ക്യാബിനറ്റ് മന്ത്രിമാരും സൈനിക കമാൻഡർമാരൊക്കെ ഉള്ള ഒരു മേഖലയിലായിരുന്നു, അല്ലെങ്കിൽ ഉള്ളൊരു ബിൽഡിങ്ങിലായിരുന്നു. അവരൊക്കെ കൊല്ലപ്പെട്ടു. 4-ലധികം തന്ത്രപ്രധാനമായിരിക്കുന്ന നേതൃത്വ നിര മരണപ്പെട്ട ഒരു ദുരന്തം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു. ഒരു പക്ഷേ എളുപ്പത്തിൽ എന്ന് പറയാം. അത് ഒറ്റുകൊടുത്താണെന്നുള്ള മറ്റൊരു അഭിപ്രായം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഇസ്രായേൽ പഠിച്ചൊരു പാഠമുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇറാൻ എന്ന് അവർ ചിന്തിക്കുകയും അവർ മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ തന്നെ ഇസ്രായേൽ ഗവൺമെൻറ്റിന് അവിടുത്തെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വിവരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേൽ ഇറാന് നേരെ നടത്തുന്നത്. 1-2 ദിവസം പകച്ചു പോയിട്ടുണ്ട് ഇറാനും ലോകവും. പിന്നീട് അവർ തിരിച്ച് അടിക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കി. വലിയ ബൃഹത്തമായിരിക്കുന്ന സംവിധാനവും ശക്തിയും യഥാർത്ഥത്തിൽ അവരുടെ ആയുധങ്ങൾക്കും അവരുടെ സൈനികർക്കും സംവിധാനത്തിൽ ഉണ്ടായിരുന്നു. തിരിച്ചടിയിൽ പകച്ചു പോയത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ്. തളർന്നുപോയി, ക്ഷീണിച്ചു പോയി. അവർക്ക് പകരം വെക്കാൻ സാധിക്കാത്ത വിധമുള്ള നാശനഷ്ടങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കാൻ ഇറാന് സാധിച്ചു. അതോടുകൂടിയാണ് ഒരു കാര്യം ഇസ്രായേലിനും അമേരിക്കയും മനസ്സിലാക്കുന്നത്, നമ്മൾ കരുതുന്ന പോലെയോ വിചാരിക്കുന്ന പോലെയോ ചിന്തിക്കുന്ന പോലെയോ അല്ല
ഇറാൻ എന്ന് പറയുന്ന രാജ്യം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അപ്പാടെ തച്ചുടച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ മധ്യയിലേക്ക് അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനവും മിസൈൽ സ്ഫോടനം നടത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ ബിൽഡിംഗ് പോലും തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലുള്ള ശക്തമായിരിക്കുന്ന ആക്രമ പരമ്പരകൾ നിലക്കാത്ത രീതിയിൽ വന്നുകൊണ്ടേയിരുന്നു. ഇസ്രായേൽ രാജ്യം തന്നെ ഇല്ലാതാകുന്ന തരത്തിലായിരുന്നു അവിടെ സ്ഫോടന ശബ്ദം കേട്ടത്. 40,000-ത്തിലധികം ആളുകളെങ്കിലും വീട് ഗ്രഹം വിട്ടുകൊണ്ട് വ്യത്യസ്ത മേഖലയ്ക്ക് ചെതറി ഓടപ്പെടുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇസ്രായേലിൻ്റെ പ്രധാനമായിരിക്കുന്ന സൈനിക ആശുപത്രി ആക്രമിക്കപ്പെട്ടു, അവരുടെ മൊസാദ് കേന്ദ്രം ആക്രമിക്കപ്പെട്ടു, അവരുടെ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട കലവറയുടെ മേഖല ആക്രമിക്കപ്പെട്ടു. സർവ്വ മേഖലയും വളരെ കൃത്യതകളോട് ആക്രമിച്ചുകൊണ്ട് നാശമുണ്ടാക്കി. അപ്പോൾ എന്തുണ്ടായി? ഇസ്രായേൽ അമേരിക്കയോട് സഹായം തേടി. നമ്മളിതെങ്ങനെയും അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ രാജ്യം പോലും ഇല്ലാത്തൊരു സ്ഥിതി വരും. അങ്ങനെയാണ് അതിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനിടെ തന്നെ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക അവിടെ ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണം നടത്തിയതിന് പുറമെ അവരുടെ സൈനിക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമണം എന്നായിരുന്നു ആദ്യത്തെ റിപ്പോർട്ട്. പിന്നീട് ആണവായുധ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്ന റിപ്പോർട്ട് പിന്നീട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പിറ്റേ ദിവസം വലിയ പ്രസ്താവനയായിട്ട് പുറത്ത് വിട്ടു, എല്ലാം ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്നാൽ പുറത്ത് വിട്ട് 7 മണിക്കാണ് ട്രംപ് പറയുന്നതെങ്കിൽ 11 മണിക്ക് IAEA പറഞ്ഞു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ആണവായുധം ഒന്നും നശിച്ചിട്ടില്ല, അതങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടനുബന്ധിച്ചാണ് പിന്നെ വെടിനിർത്തലുണ്ടായി, യുദ്ധം അവസാനിച്ചതായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നീട് ആക്രമണം ഉണ്ടായില്ല. ഏറ്റവും അവസാനത്തെ ആക്രമണം നടത്തിയത് ഇസ്രായേലാണ്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഈ ഇസ്രായേലിൻ്റെ അക്രമം കൊണ്ട് മാത്രമാണ് ഈ അവസാനത്തെ ആക്രമണം എല്ലാ ഘട്ടത്തിലും നടത്താറുള്ളത്. ഏത് യുദ്ധം ഉണ്ടായാലും ഇസ്രായേലാണ്. ഇവിടെ നടത്തിയത് ഇറാനാണ്. ഇറാൻ്റെ അവസാനത്തെ ആക്രമണത്തിന് ശേഷം തിരിച്ചടിക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേട് ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. തിരിച്ചടിച്ചാൽ മാരകമായിരിക്കുന്ന പ്രേരം കിട്ടും എന്നവർക്ക് അറിയുകയും ചെയ്യാം. ഈ 2 സംഭവമാണ് ഇപ്പോഴത്തെ ഇറാൻ വിഷയത്തിൽ അമേരിക്കയെ ഭയപ്പെടുത്തിയിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം. അവരുടെ കയ്യിൽ ശക്തിയുണ്ട്, ആയുധമുണ്ട്. അതെവിടൊക്കെയാണ് ഒളിപ്പിച്ച് വെച്ചത് എന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത് ലെബനാനാണെങ്കിലും യമനാണെങ്കിലും ഇറാനാണെങ്കിലും ഗസയാണെങ്കിലും ഈ 4 പ്രദേശവും ഗസ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെട്ട രാജ്യങ്ങളാണ്. ഈ 4 രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ 4 പ്രദേശത്തിലുമുള്ള ആയുധങ്ങൾ നശിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ചേർന്നിട്ടും അമേരിക്കയും ഇസ്രായേലും ചേർന്നിട്ടും ബ്രിട്ടനും ഇസ്രായേലും ചേർന്നിട്ടും സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഊത്തികളുടെ എല്ലാ മിസൈലും നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞ് 12 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അവർ വീണ്ടും ആക്രമണം നടത്തി. അപ്പോൾ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്ക തോറ്റ് തുന്നം പാറിയെന്ന് അവർ തന്നെ സമ്മതിച്ചാണ്. പിന്നാണ് വെടിനിർത്തൽ കരാർ ഒമാൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ട് അവർ അവിടെ തടിയെടുത്തത്. ഇതാണ് അവരുടെ സ്ഥിതികൾ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാനെ പേടിച്ചു പോയി. എന്തൊക്കെയാണ് ഭാവിയിൽ വരിക എന്ന് പറയാൻ പറ്റാത്ത വിധം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഭയപ്പാടുണ്ടായി. അതുകൊണ്ടാണ് തങ്ങൾ യുദ്ധം ചെയ്യുമെന്നുള്ളതും നിങ്ങളുടെ പിറകിൽ ഞങ്ങളുണ്ട് എന്ന് നിങ്ങൾ പ്രക്ഷോഭകാരികളെ നിങ്ങൾ പോയിക്കോളൂ, യുദ്ധം ചെയ്തോളൂ, നിങ്ങൾ സർക്കാരിൻ്റെ മന്ദിരങ്ങൾ പിടിച്ചെടുത്തോളൂ, നിങ്ങൾക്ക് പറയാൻ ഞങ്ങളുണ്ട് എന്ന് വീണ്ടും വീണ്ടും സോഷ്യൽ ട്രൂത്തിലൂടെ പറയുന്ന ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഒരു സൈനികനെ പോലും ഇറക്കാൻ പറ്റാത്ത രീതിയിൽ പേടിച്ച് വിറച്ചു പോയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിൻ്റെ പിന്നാമ്പുറ കഥകൾ നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക ബേസ് ഒന്നുപോലും ശേഷിക്കാത്ത വിധം തങ്ങൾ തകർത്ത് തരിപ്പണമാക്കുമെന്ന് ഈ ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ പേടിപ്പെടുത്തിയത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.